നമസ്കാരം. ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുറന്നു നോക്കാൻ പോകുന്നത് നിങ്ങൾ നൽകിയ ഒരു ഭാഗമാണ്. ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലർക്കും ഈ ഭാഗം ഒരുപക്ഷെ കേട്ടുപരിചയമുള്ളതായിരിക്കും. നല്ല ഇടയൻ, ആടുകൾ, ചെന്നായ. അതെ, ഞായറാഴ്ച സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. അതെ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ ലക്ഷ്യം ആ ചിത്രങ്ങൾക്കപ്പുറം കടന്ന് അതിലെ ഓരോ വാക്കുകൾക്കുള്ളിലെ ഒരു വിപ്ലവകരമായ ആശയങ്ങൾ എന്താണെന്ന് കണ്ടെത്താനാണ്. ശരിയാണ്. യേശു ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ രൂപകവും അത് കേട്ടുനിന്ന യഹൂദ സമൂഹത്തെ എങ്ങനെയായിരിക്കും ഞെട്ടിച്ചിട്ടുണ്ടാവുക. നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും. ആദ്യം തന്നെ ആ ആട്ടിൻ തൊഴുത്തിന്റെ ഉപമയിലേക്ക് വരാം. എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്? അതൊരു എന്താ പറയാ, വളരെ നാടകീയമായൊരു തുടക്കമാണ്. ഒരു ആട്ടിൻ തൊഴുത്ത്, അതിനൊരു വാതിലുണ്ട്. ആ വാതിലിലൂടെ അല്ലാതെ മതിൽ ചാടിക്കടന്നോ മറ്റോ അകത്തു വരുന്നവൻ കള്ളനാണ്, കൊള്ളക്കാരനാണ്. എന്നാൽ വാതിലിലൂടെ നേരെ ചൊവ്വെ വരുന്നവൻ ഇടയനാണ്. അപ്പൊ തുടക്കത്തിലെ രണ്ടു തരം ആളുകളെ വേർതിരിക്കാണ്. അതെ, ഒന്ന് അധികാരത്തോടെയും ശരിയായ മാർഗത്തിലൂടെയും വരുന്നത്, മറ്റേത് നുഴഞ്ഞുകയറി നശിപ്പിക്കാൻ വരുന്നതും. ഈ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഭാഗം എനിക്കത് വളരെ രസകരമായി തോന്നി. ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, അവന്റെ ശബ്ദം കേട്ട് അവ പുറകെ പോകുന്നു എന്നൊക്കെ. ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഇത്രത്തോളം വ്യക്തിപരമായിരുന്നോ, അതോ ഇതൊരു അസാധാരണമായ ഒരുതരം ആദർശപരമായ ചിത്രമാണോ യേശു വരച്ചു കാട്ടുന്നത്? അതൊരു മികച്ച ചോദ്യമാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു ഫാമിലെ നൂറുകണക്കിന് മൃഗങ്ങളെപ്പോലെയല്ല അന്ന് ആടുകളെ കണ്ടിരുന്നത്. ഓഹോ. ഒരിടയന് ഒരുപക്ഷേ കുറച്ച് ആടുകളെ കാണും. അത് അയാളുടെ കുടുംബത്തിന്റെ ഉപജീവനമാർഗമാണ്, അയാളുടെ സമ്പാദ്യമാണ്. അതുകൊണ്ടുതന്നെ ഓരോ ആടിനെയും അയാൾക്ക് വ്യക്തിപരമായി അറിയാമായിരുന്നു. ശരിയാണ്. അവയ്ക്ക് പേരുകളുണ്ടാകും. രാത്രിയിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവ ഇടയന്റെ ശബ്ദം കേട്ട് കൂട്ടം ചേരും. അതുകൊണ്ട് യേശു ഈ ചിത്രം ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നാണ്. അപ്പോ അതൊരു അലങ്കാരം മാത്രമല്ല. അല്ലേയല്ല, മറിച്ച് ആഴത്തിലുള്ള സംരക്ഷണത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു യഥാർത്ഥ ബന്ധത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അപരിചിതന്റെ ശബ്ദം കേട്ടാൽ അവ ഓടി അകലുമെന്ന് പറയുന്നതിൽ വലിയൊരു സത്യമുണ്ട്. അപ്പോ ഈ ഉപമയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടവർക്ക് അതിന്റെ ഒന്നും അർത്ഥം മനസ്സിലായില്ല എന്ന്. ഒരുപക്ഷെ അവർക്കത് തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവില്ല. സാധ്യതയുണ്ട്. അപ്പോഴാണ് യേശു നേരിട്ട് വിശദീകരിക്കാൻ തുടങ്ങുന്നതല്ലേ, ഞാൻ തന്നെ ആടുകളുടെ വാതിലാകുന്നു എന്ന്. ആദ്യം ഇടയനെക്കുറിച്ചു പറഞ്ഞു, ഇപ്പോൾ സ്വയം ഒരു വാതിലായി മാറുകയാണ്. എന്തിനാണ് ഈ രൂപകം മാറ്റുന്നത്? അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലാകുന്നത്. പുരാതന കാലത്തെ ചില ആട്ടിൻതൊഴുത്തുകൾക്ക്, പ്രത്യേകിച്ച് തുറന്ന സ്ഥലങ്ങളിലുള്ളവർക്ക്, ശരിക്കുമൊരു മരക്കതകുണ്ടായിരുന്നില്ല. ഓ. കല്ലുകൊണ്ടൊരു ചുറ്റുമതിൽ കെട്ടി അതിനൊരു പ്രവേശന കവാടമുണ്ടാകും. രാത്രിയിൽ ഇടയൻ ആ കവാടത്തിൽ കുറുകായി കിടക്കും. അപ്പോ ഇടയൻ തന്നെയായിരുന്നു വാതിൽ? അതെ, അയാളായിരുന്നു വാതിൽ. അയാളെ മറികടക്കാതെ ഒരു ചെന്നായക്കോ കള്ളനോ അകത്ത് കടക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനാണ് വാതിൽ എന്ന് യേശു പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഞാനാണ് സംരക്ഷണം. രണ്ട്, രക്ഷയിലേക്കുള്ള ഏക പ്രവേശനമാർഗവും ഞാൻ തന്നെയാണ്. അത് കൊള്ളമല്ലോ. ആ ഒരു ചിത്രം മനസ്സിൽ വന്നപ്പോൾ ആ പ്രയോഗത്തിന് കൂടുതൽ ശക്തി കൈവന്നു. തീർച്ചയായും. അപ്പോൾ തന്നിലൂടെ പ്രവേശിക്കുന്നവർക്ക് മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ കഴിയും, അവർക്ക് ജീവനുണ്ടാകും എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതായിരുന്നു. സംരക്ഷണവും സ്വാതന്ത്ര്യവും ഒരുമിച്ച് വാഗ്ദാനം ചെയ്യുകയാണല്ലേ? അതെ. 10-ാം വാക്യത്തിൽ ആ ആശയം വളരെ വ്യക്തമാക്കുന്നുണ്ട്. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ താൻ വന്നതോ ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. ഇത് വെറും അതിജീവനമല്ല, മറിച്ചൊരുതരം നിറഞ്ഞ അർത്ഥപൂർണമായ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ്. ശരി. ഈയൊരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തന്റെ അടുത്ത, ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ വെളിപ്പെടുത്തലിലേക്ക് കടക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. ഇവിടെ വീണ്ടും രൂപകം മാറുന്നു, വാതിലിൽ നിന്ന് ഇടയനിലേക്ക്. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തന്റെ ജീവൻ നൽകുന്നു എന്ന പ്രസ്താവന കേട്ടപ്പോൾ അന്നത്തെ സാധാരണക്കാർക്ക് എന്ത് തോന്നിയിട്ടുണ്ടാകും? നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഇടയൻ എന്ന വാക്കിന് അക്കാലത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയമായ അർത്ഥം കൂടി അറിയണം. ഓഹോ, അങ്ങനെയൊന്നുണ്ടോ? ഉണ്ട്.
പുരാതന കിഴക്കൻ സംസ്കാരങ്ങളിൽ മെസൊപ്പൊട്ടോമിയയിലും ഈജിപ്തിലുമെല്ലാം രാജാക്കന്മാരെയും ഭരണാധികാരികളെയും ജനങ്ങളുടെ ഇടയന്മാരെന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ശരിയാണ്, സങ്കീർത്തനങ്ങളിലൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ. അതെ. എന്നാൽ യേശുവിന്റെ കാലത്തെ റോമൻ ഭരണാധികാരികളോ യഹൂദ മതനേതാക്കളോ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവരായിരുന്നില്ല. അവർ ജനങ്ങളെ തങ്ങളുടെ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി ഉപയോഗിക്കുന്നവരായിരുന്നു. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്, ഒരു യഥാർത്ഥ ഇടയൻ, ഒരു നല്ല നേതാവ് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണെന്ന്. അപ്പൊ ഇത് നിലവിലുള്ള അധികാര സങ്കല്പങ്ങളെ തലകീഴായി മറിക്കുന്ന ഒരു പ്രസ്താവനയാണ്. തീർച്ചയായും. അപ്പോഴാ കൂലിക്കാരനായ ഇടയന്റെ ഉപമ അന്നത്തെ നേതാക്കന്മാർക്കുള്ള ഒരു പരോക്ഷ വിമർശനമായിരിക്കാം, അല്ലേ? അതെ, സംശയമില്ല. അപകടം വരുമ്പോ സ്വന്തം കാര്യം നോക്കി ഓടിപ്പോകുന്നവൻ, അവൻ ആടുകളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. തീർച്ചയായും. അത് കേവലം ഒരു താരതമ്യമല്ല, അതൊരു കുറ്റപത്രം കൂടിയാണ്. തുടർന്നു പറയുന്ന ഒരു കാര്യം ഇതിലും ശക്തമാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എന്റെ ആടുകളെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു എന്ന്. അതായത് ദൈവവും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ അതേ ആഴം, അതേ അടുപ്പം തനിക്ക് തന്റെ അനുയായികളോടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതൊരു ഉടമയും വസ്തുവും തമ്മിലുള്ള ബന്ധമല്ല, ഇതൊരു ദൈവികമായ അടുപ്പമാണ്. ആ ബന്ധത്തിന്റെ കഥ പറഞ്ഞതിനു ശേഷം പെട്ടെന്ന് വിഷയം മാറ്റുന്നതുപോലെ തോന്നുന്ന ഒരു വാക്യമുണ്ട്, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട് എന്ന്. ആരാണ് ഈ തൊഴുത്തിന് പുറത്തുള്ള ആടുകൾ? അത് ആ കാലഘട്ടത്തിൽ വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയായിരുന്നു. യേശു സംസാരിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലാണ്. ഈ തൊഴുത്തിലുള്ളവർ അവർ തന്നെ. അപ്പോ പുറത്തുള്ളവർ സ്വാഭാവികമായും വിജാതീയരാണ്, യഹൂദരല്ലാത്ത മറ്റു ജനവിഭാഗങ്ങൾ. അവരെയും താൻ ഒരുമിച്ച് ചേർത്ത് ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാക്കുമെന്ന് പറയുമ്പോൾ തന്റെ ദൗത്യം യഹൂദർക്ക് മാത്രമായി ഒതുങ്ങുന്നില്ലെന്നും അത് സാർവത്രികമാണെന്നുമുള്ളൊരു പ്രഖ്യാപനമാണ് അവിടെ നടക്കുന്നത്. അത് അന്നത്തെ യഹൂദ ദേശീയ സങ്കല്പങ്ങൾക്കെതിരായിരുന്നു, അല്ലേ? തീർത്തും എതിരായിരുന്നു. അതിനുശേഷമാണ് തന്റെ ജീവൻ നൽകുന്നതിനും തിരികെ എടുക്കുന്നതിനുമുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്. ആരും തന്നിൽ നിന്ന് ജീവൻ പിടിച്ചെടുക്കുന്നതല്ല, താൻ സ്വമനസാലെ അത് നൽകുകയാണ് എന്ന്. അതായത് താൻ സംഭവങ്ങളുടെ ഒരു ഇരയല്ല, മറിച്ച് എല്ലാത്തിന്റെയും നിയന്ത്രണം തന്റെ കയ്യിലാണെന്ന് ഉറപ്പിക്കുകയാണല്ലേ ഇവിടെ? അതെ, കൃത്യമായി. താൻ ഒരു രക്തസാക്ഷിയാകാൻ പോവുകയല്ല, മറിച്ച് പിതാവിൽ നിന്ന് ലഭിച്ചൊരു കൽപ്പന, ഒരു ദൗത്യം ബോധപൂർവം നിറവേറ്റുകയാണ് എന്നാണ് പറയുന്നത്. ഇത് യേശുവിന്റെ ദൈവീകമായ അധികാരത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായൊരു അവകാശവാദമാണ്. സ്വാഭാവികമായും ഇത്രയൊക്കെ കേട്ടുകഴിയുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടായി എന്ന് കാണുന്നതിൽ അത്ഭുതമില്ല. ചിലർ പറയുന്നു, ഇയാൾക്ക് ഭ്രാന്താണ്, ഭൂതമുണ്ട്. മറ്റു ചിലർ സംശയിക്കുകയാണ്, ഭൂതത്തിന് ഒരു അന്ധന്റെ കണ്ണ് തുറക്കാൻ കഴിയുമോ എന്ന്. അവർ തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. അപ്പൊ സംവാദം പിന്നീട് കൂടുതൽ രൂക്ഷമാവുകയാണല്ലേ, യെരുശലേം ദേവാലയത്തിലെ പ്രതിഷ്ഠാ ഉത്സവ സമയത്ത് വെച്ച്? അതെ. ആളുകൾ ചുറ്റും കൂടി നിന്ന് ചോദിക്കുകയാണ്, നീ ഞങ്ങളെ എത്ര നാളിങ്ങനെ സംശയത്തിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ, രക്ഷകനാണെങ്കിൽ അത് തുറന്നു പറയൂ. അവർക്കൊരു അതെ അല്ലെങ്കിൽ അല്ല എന്നൊരു ഉത്തരം മതി. അതെ. പക്ഷെ യേശുവിന്റെ മറുപടി അങ്ങനെ ഒരു ഒറ്റവാക്കിലല്ല. അല്ല, പകരം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും എന്റെ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നുമാണ് പറയുന്നത്. സംസാരം വീണ്ടും ആയിടയൻ ആടുരൂപകത്തിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. നിങ്ങളെന്റെ ആടുകളിൽ പെടാത്തതുകൊണ്ടാണ് വിശ്വസിക്കാത്തത്. അവിടെ നിന്നാണ് ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ ഒരു കൊടുമുടിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഏതാണ് ആ ഭാഗം? തന്റെ ആടുകൾക്ക് നിത്യജീവൻ നൽകുമെന്നും അവയെ തന്റെ കയ്യിൽ നിന്നോ പിതാവിന്റെ കയ്യിൽ നിന്നോ ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ലെന്നും ഉറപ്പു നൽകിയ ശേഷം 30-ാം വാക്യത്തിൽ ആ പ്രഖ്യാപനം വരുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഇതിന്റെ പ്രതികരണം വളരെ പെട്ടെന്നായിരുന്നു, അല്ലേ? അവർ യേശുവിനെ കല്ലെറിയാൻ ഒരുങ്ങുന്നു. അതെ, ഉടനെ. കാരണം അവരുടെ ദൃഷ്ടിയിൽ ഇത് കടുത്ത ദൈവദൂഷണമാണ്. ഒരു മനുഷ്യൻ സ്വയം ദൈവത്തിന് തുല്യനാക്കുന്നു. അത് യഹൂദവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനെതിരായിരുന്നു. തീർച്ചയായും. യഹൂദവിശ്വാസത്തിന്റെ അടിസ്ഥാനശില എന്നത് ഷെമാ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഏകദൈവ വിശ്വാസമാണ്. ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഈ വിശ്വാസത്തിന് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് അവർക്ക് ഞാനും പിതാവും ഒന്നാണ് എന്ന പ്രസ്താവന അനുഭവപ്പെട്ടത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹെൻ എന്നത് ശ്രദ്ധേയമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് വ്യക്തികളുടെ എണ്ണത്തിലല്ല, മറിച്ച് സ്വഭാവത്തിലും സത്തയിലുമുള്ള ഒന്നാകലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത്
ദൈവത്തിന്റെ അതേ സത്തയാണ് തനിക്കുമുള്ളത് എന്ന അവകാശവാദമാണ് യേശു ഉന്നയിക്കുന്നത്. അതവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതെ. എന്നാൽ യേശു അതിനു മറുപടി പറയുന്നത് അവരുടെ തന്നെ തിരുവെഴുത്തുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ്. സങ്കീർത്തനത്തിലെ നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു തന്ത്രപരമായ നീക്കമല്ലേ? വളരെ വളരെ തന്ത്രപരമായ ഒന്നാണ്. അദ്ദേഹം ഫലത്തിൽ ഇങ്ങനെയാണ് വാദിക്കുന്നത്: ദൈവത്തിന്റെ വചനം ലഭിച്ച ന്യായാധിപന്മാരെ നിങ്ങളുടെ തിരുവെഴുത്തു തന്നെ ദേവന്മാർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവദൂഷണമല്ലെങ്കിൽ പിന്നെ ഞാൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രശ്നം? അതെ, പിന്നെ പിതാവ് തന്നെ നേരിട്ട് ഈ ലോകത്തിലേക്ക് അയച്ച ഞാൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത്? അദ്ദേഹം അവരുടെ യുക്തിയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. എന്നിട്ടും അവർക്ക് ബോധ്യമാകുന്നില്ല. ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, തന്റെ വാക്കുകളെയല്ല പ്രവൃത്തികളെയെങ്കിലും വിശ്വസിക്കാൻ, അന്ധനെ കാഴ്ച നൽകിയതുപോലുള്ള പ്രവൃത്തികളെ, അതുവഴി പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് മനസ്സിലാക്കാൻ. ഈ ഏറ്റുമുട്ടലിന് ശേഷം യേശു അവിടെ നിന്നും മാറി യോർദാനക്കര പോകുന്നു. യെരുസലേമിലെ ഈ തിരസ്കാരത്തിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചിത്രം നേരെ തിരികെയാണ്. യെരുശലേമിലെ മത അധികാര കേന്ദ്രങ്ങളിലെ കടുത്ത എതിർപ്പിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അവർ പറയുന്നത് വളരെ രസകരമാണ്. സ്നാപക യോഹന്നാൻ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ അദ്ദേഹം ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. അപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം നിറവേറുന്നത് അവർ നേരിട്ട് കാണുകയായിരുന്നു. അതെ. അങ്ങനെ അവിടെ അനേകർ യേശുവിൽ വിശ്വസിച്ചു എന്നു പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. അധികാര കേന്ദ്രത്തിലെ തിരസ്കാരവും ഗ്രാമങ്ങളിലെ സ്വീകാര്യതയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. അതെ. പാരമ്പര്യത്തെയും അധികാരത്തെയും ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പും തുറന്ന മനസ്സോടെ സത്യം അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന വെളിപാടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ഈ അധ്യായത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യോഹന്നാൻ 10-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുന്ന രൂപകങ്ങൾക്കുള്ളിൽ എത്ര വലിയ അവകാശവാദങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ശരിയാണ്. രക്ഷയിലേക്കുള്ള ഒരേ ഒരു വാതിൽ, സ്വന്തം ജീവൻ നൽകുന്ന യഥാർത്ഥ നേതാവായ ഇടയൻ, ഒടുവിൽ പിതാവായ ദൈവത്തോട് സത്തയിലൊന്നായിരിക്കുന്നവൻ. ഈ ചിത്രങ്ങളെല്ലാം കേവലം നല്ല കഥകളല്ല, മറിച്ച് തന്റെ മാന്യത, അധികാരം, ദൗത്യം എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ ദൈവശാസ്ത്ര പ്രഖ്യാപനങ്ങളാണ്. അതന്ന് കേട്ടവരിൽ വലിയ ഭിന്നതയുണ്ടാക്കി. അതെ. ഇന്നും അത് ആളുകളെ ചിന്തിപ്പിക്കുകയും തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ അധ്യായത്തിലുടനീളം ശബ്ദം കേൾക്കുക, അറിയുക, തിരിച്ചറിയുക എന്നീ വാക്കുകൾ ആവർത്തിച്ചു വരുന്നത് നമ്മൾ കണ്ടു. ആടുകൾ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നു, അപരിചിതന്റെ ശബ്ദത്തിൽ നിന്ന് ഓടിയകലുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പലതരം ശബ്ദങ്ങളുടെ ഒരു ബഹളത്തിലാണ്. വിദഗ്ധർ, രാഷ്ട്രീയക്കാർ, ഇൻഫ്ലുവൻസർമാർ, ഗുരുക്കന്മാർ എല്ലാവരും നമ്മളോട് ഓരോന്ന് പറയുന്നു. ശരിയാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ ഈ അധ്യായം നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളിൽ ഏതാണ് യഥാർത്ഥം, ഏതാണ് വ്യാജം എന്ന് എങ്ങനെ തിരിച്ചറിയും? നല്ല ചോദ്യം. കേവലം വിവരങ്ങൾ ശേഖരിക്കുന്നതിനപ്പുറം ഒരു ശബ്ദത്തെ ആഴത്തിൽ അറിയുക എന്നതിന്റെ അർത്ഥമെന്താണ്? ഏത് ശബ്ദത്തെയാണ് നിങ്ങൾ വിശ്വസിച്ച് പിന്തുടരുക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്.